Hello friends, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് എന്ന് പറയുന്നത് നമ്മുടെ പീലിംഗ് സൊല്യൂഷൻ ആണ്. AHA BHA പീലിംഗ് സൊല്യൂഷൻ. അപ്പോൾ ഞാൻ ഇവിടെ മേടിച്ചേക്കുന്നത് Derma എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. അപ്പോൾ നമുക്ക് അതിന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് AHA BHA സൊല്യൂഷനും ഒന്ന് സലിസിലിക് ആസിഡുമാണ് മേടിച്ചേക്കുന്നത്. അപ്പം AHA BHA സൊല്യൂഷൻ പീലിംഗ് സൊല്യൂഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പൊതുവേ ഒരു പേടി തോന്നും. അതുപോലെ തന്നെ എനിക്കൊരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഇവർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് AHA BHA പീലിംഗ് സൊല്യൂഷൻ ഇറക്കിയിട്ടുണ്ട്. അതും ഒരെണ്ണവും പിന്നെ നോർമലായിട്ട് വന്നിരിക്കുന്ന AHA BHA സൊല്യൂഷനുമാണ് ഞാൻ മേടിച്ചേക്കുന്നത്. പീലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പീലിംഗ് ഉണ്ട്. കെമിക്കൽ പീലിംഗും ഉണ്ട്, എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള പീലിംഗും ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് കെമിക്കൽ പീലിങ്ങിൽ വരുന്നതാണ് ഈ AHA BHA പീലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിനി ഓരോന്നും എടുത്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന്. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് സലിസിലിക് ആസിഡിൻ്റെ ഫേസ് സിറമാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് 2% സലിസിലിക് ആസിഡാണ് വരുന്നത്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്ന് ക്ലിയർ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് സലിസിലിക് ആസിഡും വിത്ത് ഹേസൽ ആൻഡ് വില്ലോ ബാക്കും നമുക്ക് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഇത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ആഫ്റ്റർ യൂസ് നമ്മളൊന്ന് സൺ പ്രൊട്ടക്ഷൻ ഇടുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ 30% AHAയും 2% BHAയും പീലിംഗ് സൊല്യൂഷനാണ്. അപ്പം ഇതിൻ്റെ അകത്ത് 10% ഗ്ലൈക്കോളിക് ആസിഡും 10% ലാക്റ്റിക് ആസിഡും 10% മാൻറ്റലിക് ആസിഡും 2% സലിസിലിക് ആസിഡുമാണ് വരുന്നത്. അടുത്തത് വരുന്നതാണ് നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള AHA BHA പീലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് 50% AHAയും 1% BHAയും ആണുള്ളത്. പിന്നെ 5% ഗ്ലൈക്കോളിക് ആസിഡും 5% ലാക്റ്റിക് ആസിഡ് 5% മാൻറ്റലിക് ആസിഡ് ആൻഡ് 1% സലിസിലിക് ആസിഡാണ് ഈ AHA BHAയിൽ വരുന്നത്. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒറ്റ ടൈം യൂസ് ചെയ്തതുകൊണ്ട് പെട്ടെന്നുള്ള റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ റിവ്യൂ എന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം നമുക്കിത് ഇന്ന് ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്കിന്നുമായിട്ട് ഇത് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ട. ആദ്യം നമുക്ക് കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുഞ്ഞു ബോട്ടിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ കയ്യിൻ്റെ ഈ ഭാഗത്ത് ഇട്ട് നോക്കുവാണ്. ഇത് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു റെഡ് കളർ സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പം കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു തണുപ്പാണ് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഫീലൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് ചൊറിച്ചില അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പുകച്ചിലൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് മുഖത്തിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഫേസിൽ ഇത് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫസ്റ്റ് യൂസിനുള്ള റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. ഞാനൊന്ന് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഫ്രണ്ട്സ്, ഞാനിവിടെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും നല്ല പേടിയുണ്ട്. ഇത് നല്ല കെമിക്കൽ പീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പൊതുവെ ഒരു പേടി ഉണ്ടാവുമല്ലോ. ആ പേടിയുണ്ട്. കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതേ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യം നമുക്ക് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യാം നന്നായിട്ട്. എന്നിട്ട് നമുക്ക് ഈ പീലിംഗ് സൊല്യൂഷൻ കുറച്ച് ഇങ്ങനെ റെഡ് കളറിലാണ് വരുന്നത്. അത് നമുക്ക് കുറച്ച് കയ്യിലേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
കണ്ണിൻ്റെ ഏരിയയിലോട്ട് കൊണ്ടുപോകണ്ട, ചുണ്ടിൻ്റെ ഭാഗത്തും അധികം അങ്ങ് അടുപ്പിക്കണ്ട. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ക്ലെൻസർ വെച്ചിട്ട് ക്ലെൻസ് ചെയ്താണിത് കളയേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ലൂക്ക് വാം വാട്ടർ വെച്ചിട്ട് നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ഇനി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ എനിക്കൊരു ചെറിയ പുകച്ചിലൊരു കുത്തൽ പോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. ചിലപ്പോൾ ഞാൻ 5 മിനിറ്റിനുള്ളിൽ തന്നെ വാഷ് ചെയ്ത് കളയും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ആയപ്പം എനിക്കൊരു നേരിയ പുകച്ചിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഭാഗം കുറച്ച് ഇവിടെയൊക്കെ കുറച്ച് നേരിയൊരു പുകച്ചിൽ പോലെ തോന്നുന്നുണ്ട്. എന്നാലും നമുക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു പുകച്ചിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ വീക്ക്ലി ഒരു 2 നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരിക്കലും ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ ഡേ ടൈമിലാണ് യൂസ് ചെയ്തേക്കുന്നത് തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസും ചെയ്യണം. ഇപ്പം നമ്മളൊരു വീക്ക്ലി 2 എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു തിങ്കളാഴ്ചയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വ്യാഴാഴ്ച ആ ഒരു ടൈം ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഇത് വാഷ് ചെയ്ത് കളയാൻ പോണേണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് എൻ്റെ ഫേസിൽ ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്തിരുന്നിട്ട്. നമുക്കിനി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനപ്പം മുഖമൊക്കെ ഇപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ചൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ലൈറ്റനിങ് വന്നിട്ടുണ്ട്. ഒരു വ്യത്യാസം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഞാനിത് ഒരു 1 മന്ത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ റിവ്യൂ ഞാൻ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള AHA BHA ആണ്. ഇത് ഇനിയിപ്പം നമുക്ക് 30% AHAയും 2% BHA ഉള്ള സൊല്യൂഷനും യൂസ് ചെയ്യാനുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 2 ടൈം ബിഗിനർ ഫ്രണ്ട്ലി യൂസ് ചെയ്തിട്ട് ഇതും കൂടി യൂസ് ചെയ്തിട്ട് ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും കുറേ അൺബോക്സിങ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, നിഖില.